തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ വികസന കാര്യത്തിൽ കേരളം വട്ടപൂജ്യമാകുമായിരുന്നുവെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. എന്നാൽ താൻ കിഫ്ബിയുടെ ആരാധകനല്ലെന്ന് മന്ത്രി. കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ വികസന കാര്യത്തിൽ കേരളം വട്ടപൂജ്യമാകുമായിരുന്നുവെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. പണത്തിന്റെ ആവശ്യകത പരിഹരിക്കാൻ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് കിഫ്ബി എന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ഒട്ടുമിക്ക റോഡുകളും BMVC നിലവാരത്തിലേക്കായത് കിഫ്ബിയുടെ പ്രവർത്തനം മൂലമാണെന്നും എന്നാൽ താൻ കിഫ്ബിയുടെ ആരാധകനല്ലെന്നും മന്ത്രി പറഞ്ഞു. 5 കോടി രൂപ ഒരു സ്കൂളിന് കൊടുക്കാൻ കിഫ്ബിയുടെ പണം ഉള്ളതുകൊണ്ടാണ് നടന്നത്. കേന്ദ്ര ഗവൺമെന്റ് കടം വാങ്ങാൻ നമ്മളെ അനുവദിക്കുന്നില്ല. നമ്മളെ കടമെല്ലാം കിഫ്ബിയുടെ കടം കൂടി അതിനെ എഴുതി ചേർത്തു. ED കൊണ്ട് പിടിപ്പിച്ചു. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് എല്ലാം ബ്ലോക്ക് ചെയ്ത EDയുടെ നടപടിയെ മാറ്റി തന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. കിഫ്ബിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൊണ്ട് ധാരാളം റോഡുകൾ നന്നായിട്ടുണ്ട്. ഒരിക്കലും തീരുമെന്ന് കരുതാത്ത പല റോഡുകളും കേരളത്തിലെ ഏതാണ്ട് മിക്കവാറും റോഡുകളും BMNBC ആക്കി മാറ്റാൻ കഴിഞ്ഞത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കിഫ്ബിയുടെ പ്രവർത്തനമാണ്. തോമസ് ഐസക് ഇത് കൊണ്ടുവരുമ്പോൾ ഇത് അബദ്ധമല്ലേ എന്ന് ഞാനും ചിന്തിച്ച ആളാണ്. പക്ഷേ അതിന്റെ ഫലം എന്ന് പറയുന്നത്, ഞാൻ അതിന്റെ ആരാധകനല്ല, വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ മറ്റൊരു തമാശ കൂടി വേദിയിൽ പറയാം. ഞാൻ MLA പറഞ്ഞു, കിഫ്ബിയുടെ റോഡ് കിട്ടി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചാൽ MLA ഒന്നുകിൽ ഒരു മുഴം കയറോ അല്ലെങ്കിൽ ഒരു പരാമറോ വാങ്ങിച്ചു വയ്ക്കണം എന്ന് തമാശ ഒരു വേണം ഞാൻ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, അവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരല്ല, മാറി മാറി കോൺട്രാക്റ്റിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട്. അവരേത് 10 മീറ്ററിൽ പണിയാം എന്ന് അതിന്റെ CEO സമ്മതിച്ചു. നമ്മളെല്ലാം എഗ്രി ചെയ്ത് MLA എല്ലാം പിരിഞ്ഞു പോയി. ഉടനെ ഒരാളെന്ന് പറയും 12 ഇല്ലാതെ പറ്റത്തില്ല, ഇന്റർനാഷണൽ. ഉടനെ 12ലേക്ക് മാറി. 10ന്റെ തീരുമാനം എടുത്തേ. അത് കഴിഞ്ഞാൽ പിന്നെ അത് പറ്റത്തില്ല, വേറൊരാൾ. അപ്പം അത് കഴിഞ്ഞ് ആ മീറ്റിങ്ങിൽ ഒന്നാളെ കാണാനില്ല. വേറൊരാൾ കോൺട്രാക്ട് പോസ്റ്റിൽ റിട്ടയർഡ് ഒരു എഞ്ചിനീയർ വന്നിട്ടുണ്ട്. അയാൾ പറയുന്നു 18 മീറ്ററാണ് ഇതിന്റെ സാമാന്യ വീതി. തൊലഞ്ഞു. പിന്നെ ഇത് 10 പോയി, 13 പോയി, പിന്നെ 18ലേക്ക് പോയി. ഇങ്ങനെ കുറെ ആളുകൾ അവിടെ നിന്ന് ശല്യം ചെയ്യുന്നു എന്നുള്ളൊരു കുഴപ്പമുണ്ട്. അത് ഞാൻ സമ്മതം. അതിനാണ് ഞാൻ പറഞ്ഞു ഒരു പരാമറോ അല്ലെങ്കിൽ ഒരു മുഴം കയറോ വാങ്ങി വെക്കണം എന്ന് പറഞ്ഞു. അല്ലാത്ത പക്ഷം പണം കിട്ടുന്നതിന് ഏറ്റവും അതില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളം വികസന രംഗത്ത് വട്ടപൂജ്യമായിരുന്നേനെ. ഇന്ന് കാണുന്ന യാതൊരു വികസനവും ഉണ്ടാവില്ലായിരുന്നു. നിയമപരമായ നിയമജ്ഞനായതിനാൽ അദ്ദേഹത്തിന്റെ സാങ്കേതികമായ കാര്യങ്ങളാണ് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞതെന്നും അതിൽ താൻ അഭിപ്രായ വ്യത്യാസമൊന്നും പറയുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. കിഫ്ബി എന്ന പദ്ധതി സർക്കാർ കൊണ്ടുവന്നത് നമ്മുടെ ഖജനാവിന് പുറത്തു നിന്നും നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുക. അദ്ദേഹം പറഞ്ഞ നിയമം, അദ്ദേഹം വക്കീലാണ്, അദ്ദേഹം പറഞ്ഞ നിയമമാണ്, ഞാൻ പറയുന്ന പ്രായോഗികതയാണ്. ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഒരു റോഡ് പണിയാൻ അല്ലെങ്കിൽ സ്കൂൾ പണിയാൻ 5 കോടി രൂപ തരാമെന്ന് നമ്മുടെ ഖജനാവിൽ പണമില്ല. ഈ GSTയിൽ പോയി ഒപ്പിട്ടത് കൊണ്ടെന്ന് പറ്റുന്ന വെച്ചാൽ കിട്ടുന്ന പണമെല്ലാം ഡൽഹിക്ക് പോവുകയാണ്. എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിലേക്ക് കേന്ദ്രീകരിക്കുക, പണവും അധികാരവും കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ GST അംഗീകരിച്ച സ്റ്റേറ്റുകൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് GST അംഗീകരിച്ച GSTയുടെ ഓഹരി അവിടുന്ന് റിലീസ് ചെയ്യണം. അത് റിലീസ് ചെയ്യില്ല. അത് റിലീസ് ചെയ്യാതിരിക്കാൻ ഓരോ കാരണം കേന്ദ്ര ഗവൺമെന്റ്, ഇഷ്ടമല്ലാത്ത ഗവൺമെന്റുകൾക്ക് ഇത് തിരിച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. അതിന്റെ പങ്ക് നമുക്ക് കിട്ടേണ്ട അവകാശപ്പെട്ട പങ്കുണ്ട്. GST നിയമപ്രകാരം നമുക്ക് കിട്ടേണ്ട പങ്കുണ്ട്. അത് ഓരോ കാരണം പറഞ്ഞ് പിടിച്ചു വെച്ചും ഡിലേ ചെയ്തും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഖജനാവിൻ്റെ കഴുത്തിന് ഞെരിക്കുകയാണ് ചെയ്യുന്നത്. ഖജനാവിൻ്റെ കഴുത്ത് ഞെരിക്കുക. അങ്ങനെ ഞെരിക്കുമ്പോൾ നിന്ന് കൊടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന ഒരു MLAക്ക് നവീകരിക്കാൻ ഒരു സ്കൂളിന് 5 കോടി രൂപ കിട്ടുമോ? 140 MLAമാരും കിട്ടി, ശ്രീ കുഴൽനാടനും കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ മണ്ഡലത്തിലും കിട്ടി. അത് കഴിഞ്ഞാൽ വേറെ സ്കൂൾ കെട്ടിടങ്ങൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ കിഫ്ബിന്ന് കിട്ടിയതും എൻ്റെ ഫണ്ട് ഉപയോഗിച്ചതും സർക്കാർ ഫണ്ട് ഉപയോഗിച്ചതായി 56 സ്കൂൾ കെട്ടിടങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ എനിക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞതെന്ന അഭിമാനം എനിക്ക്. കേരളത്തിൽ ഇന്ന് കാണുന്ന വികസനത്തിന്റെ 90% കിഫ്ബി വന്നതിലൂടെയാണ് സാധ്യമായതെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.